വായനാദിന ക്വിസിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? ഉത്തരം പി.എൻ. പണിക്കർ. എന്താണ് പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. ആരാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം പി.എൻ. പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം പി.എൻ. പണിക്കർ. എന്നാണ് ലോക പുസ്തക ദിനം? ഉത്തരം ഏപ്രിൽ 23. വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? ഉത്തരം ജൂൺ 19. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആര്? ഉത്തരം കുമാരനാശാൻ. ആരാണ് നെയ്പായസം എന്ന ചെറുകഥ എഴുതിയത്? ഉത്തരം മാധവിക്കുട്ടി. എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രത്തിൻ്റെ പേര്? ഉത്തരം ബംഗാൾ ഗസറ്റ്. ഏതാണ് ആദ്യമായി മലയാള ലിപി അച്ചടിച്ച ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ആരാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഏതാണ് മലയാളത്തിലെ ആദ്യ നോവൽ? ഉത്തരം കുന്തലത. ഏത് ജില്ലയാണ് കേരളത്തിലെ അക്ഷരനഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം കോട്ടയം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. ആരാണ് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം കുമാരനാശാൻ. ആരായിരുന്നു കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ആരാണ്
കൃഷ്ണഗാഥ രചിച്ചത്? ഉത്തരം ചെറുശ്ശേരി. ആദ്യ ലക്ഷണമൊത്ത മലയാളത്തിലെ നോവൽ? ഉത്തരം ഇന്ദുലേഖ. ഏത് വർഷമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1996. ആരാണ് മാമ്പഴം എന്ന കവിത രചിച്ചത്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നാലുകെട്ട് എന്ന പ്രശസ്ത നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം MT വാസുദേവൻ നായർ. എവിടെയാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതിന് പറയുന്ന പേരെന്ത്? ഉത്തരം ആത്മകഥ. ഏത് നോവലാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയത്? ഉത്തരം അഗ്നിസാക്ഷി. ആരാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ എഴുത്തുകാരൻ? ഉത്തരം O. ചന്തുമേനോൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം ജോർജ് വർഗീസ്. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം എഴുത്തച്ഛൻ. ആരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. വീണപ്പൂവ് എന്ന കവിത രചിച്ച മഹാകവി ആര്? ഉത്തരം കുമാരനാശാൻ. ഏത് ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തി? ഉത്തരം ദ്രാവിഡം. ആരൊക്കെയാണ് ആധുനിക കവിത്രയം? ഉത്തരം കുമാരനാശാൻ, ഉള്ളൂർ വള്ളത്തോൾ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര്? ഉത്തരം ചെറുശ്ശേരി. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാരാണ്? ഉത്തരം ചെമ്മനം ചാക്കോ. ആരുടേതാണ് ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതി? ഉത്തരം P. കേശവദേവ്.